മുഹസിൻ എത്തുന്നു ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിലെ പെർഫോമൻസുമായി. ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ട് തന്നെയല്ലേ? അതെ അതെ. ഇവിടെ ബാക്കിയുള്ളവരെ പല പല വേഷങ്ങളിൽ ഈ റൗണ്ടിൽ കണ്ട് എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട്. മുഹസിനെ ചിരിപ്പിക്കാൻ എന്തിനാ വേറെ വേഷം അല്ലേ? വേഷം ഇല്ലാതെ നമ്മൾ ചിരിപ്പിക്കും. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? എൻ്റെ ഒരു സ്നേഹിതൻ റബിനാസ് കണ്ണൂർ കമ്പോസ് ചെയ്ത് എഴുതിയ ഹിറ്റായ ഒരു സോങ്ങാണ് അള്ളാനെ ഉമ്മ എന്തരടി എന്നുള്ളൊരു സോങ്. ആഹാ, മനോഹരം. അപ്പോ അടിച്ചു പൊളിച്ച് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. മനസ്സിനെ വട്ടം കറക്കുന്നവൾ എന്റെ വികരൊന്നു നോക്കാതെ
ഉമ്മ എന്തൊരടി നിധികാക്കമാരുടെ കൂമ്പിനിടി അതോർക്കുമ്പോൾ എന്റെ നെഞ്ചിലിടി എന്നാലും നീ എൻ കൽവിലടി പോറ്റാന് കയ്യിൽ കാശില്ലല്ലോ പക്ഷെ പോറ്റാന് കയ്യിൽ കാശില്ലല്ലോ കാക്കാന്റെ മോളാണല്ലോ നല്ല കിടിലം പെണ്ണാണല്ലോ ഓള് കെട്ടാന് നെഞ്ചിൽ കൊതിയാണല്ലോ പക്ഷെ പോറ്റാന് കയ്യിൽ കാശില്ലല്ലോ പക്ഷെ പോറ്റാന് കയ്യിൽ കാശില്ലല്ലോ അല്ലാതെയുമ്മ എന്തൊരടി അല്ലാതെയുമ്മ എന്തൊരടി തൊരടി കാക്കമാരുടെ കൂമ്പിനിടി അതോർക്കുമ്പോൾ എന്റെ നെഞ്ചിലിടി എന്നാലും നീ എൻ കൽവിലടി അല്ലാതെയുമ്മ എന്തൊരടി നെടിക്കാക്കമാരുടെ കൂമ്പിനിടി അതോർക്കുമ്പോൾ എന്റെ നെഞ്ചിലിടി എന്നാലും നീ എൻ കൽവിലടി അല്ലാതെയുമ്മ എന്തൊരടി നെടിക്കാക്കമാരുടെ കൂമ്പിനിടി അതോർക്കുമ്പോൾ എന്റെ നെഞ്ചിലിടി എന്നാലും നീ എൻ കൽവിലടി. ഉഷാറാക്കിയല്ലോ മോഹസിനെ. മോഹസിൻ മാത്രമല്ല, മോഹസിന്റെ കോറസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ശ്യാംലാലിന്റെ ഇടയ്ക്കുള്ള സാധന സാമഗ്രികളൊക്കെ അങ്ങ് ഇഷ്ടായി. എവിടെയാ ശ്യാംലാൽ? നന്നായിരുന്നു കേട്ടോ. പിന്നെ നിതിനോടും യശാനോടുമായിട്ട് വളരെ പേഴ്സണൽ ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ സംസാരിക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് എന്തിനാ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? ഫുൾ ടൈം ഇവിടെ അങ്ങ് നിന്നൂടെ? എപ്പോഴും ഉണ്ട് സ്റ്റേജില്. മോഹസിനെ നന്നായിരുന്നു, ഭയങ്കര രസമായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. ഇനി നമ്മുടെ ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. ഫിറോസിക്ക, മോഹസിൻ ആൻഡ് ടീം എങ്ങനെ പറയണം? ആദ്യത്തിൻ്റെ ഒരു അഭിപ്രായം, കോറസ് ലീഡ് പാടി, മോഹസിൻ കോറസും പാടി. അതാണ് കൃത്യമായൊരു അഭിപ്രായം. പക്ഷെ അതൊരു ദോഷമായിട്ട് പറഞ്ഞതല്ല, കുറച്ച് പോർഷനും കൂടെ മോന് വേണമായിരുന്നു കേട്ടോ. നല്ലൊരു പാട്ട്. ഇത് റബനാസ് നമ്മളൊക്കെ അറിയുന്ന കുട്ടിയാണ്, അവന് എഴുതി അല്ല ഈണമിട്ട് പാടിയ പാട്ടാണ്. ഈണമെന്ന് പറയുമ്പോൾ നമ്മൾ അരിപ്പോ തിരിപ്പോൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറിലൊക്കെ ഉള്ള ഒരു പാട്ട്, ആ ഒരു സ്റ്റൈലിലൊക്കെ നമുക്ക് പാടി കൊടുക്കാൻ പറ്റുന്ന ഒരു പാട്ട്. പിന്നെ പുതുനാരി അവസാനം പോയത് ആ സാധു മനുഷ്യൻ്റെ കൂടെയാണ് അല്ലേ? കൈ പിടിച്ചത് ആ സാധു മനുഷ്യൻ്റെ ആണല്ലോ, ഒരു പാവം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നോക്കി കണ്ണടയും വെച്ചിട്ട്. ബാക്കി വില്ലന്മാരൊക്കെ പുറത്തായി. കോറസ് ടീം നന്നായിരുന്നു, അവരവിടെ ഇല്ലല്ലോ അല്ലേ? കോറസ് നന്നായി സപ്പോർട്ട് ചെയ്തു, മൊത്തത്തിൽ നന്നായിരുന്നു കേട്ടോ. ഇതിലൊന്നും എടുത്ത് മുറിച്ച് നോക്കാനൊന്നുമില്ല നമുക്ക്. പിന്നെ രസമുള്ള വരികൾ നന്നായിട്ട് തന്നെ പാടി. വേറെ ഒരു പിച്ച് ഔട്ടോ ഒരുപാട് താളങ്ങൾ അങ്ങനെ വേരിയേഷൻ വരി അതൊന്നും കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നന്നായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. എൻ്റെ ഒരു അഭിപ്രായം, മോഹസിന് ഇതിലും നല്ല സോങ് തന്നെയാണ്, പക്ഷേ ഇതിലും മോഹസിൻ്റെ കുറച്ച് പ്രാധാന്യം കിട്ടുന്ന ഒരു കോമഡി സോങ് എടുക്കായിരുന്നു. ഇത് മോഹസിൻ്റെ പോലെ തന്നെ സെയിം പാടുന്നതിൻ്റെ എല്ലാം റെപ്യൂട്ടേഷനാണ് കോറസ് പോർഷൻ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, കോറസിലുള്ള ഇത് മോഹസിൻ്റെ പാട്ടാണല്ലോ, അപ്പോൾ കോറസിലുള്ള ഷജീറും ശ്യാംലാലും ഒക്കെയാണ് ഡയലോഗ്സ് ഒക്കെ പറയുന്നത്. അതൊക്കെ മോഹസിന് പറയായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടെ നിനക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടുമായിരുന്നു. പിന്നെ പാട്ട് പാടിയിട്ടുണ്ട്, നല്ലൊരു നമ്മൾ ഗാനമേളക്കൊക്കെ കുറേ കേട്ടിരുന്ന പാട്ടാണ്. അപ്പോൾ ഒരു ഗാനം ഒരു സ്റ്റേജിലൊക്കെ ഒരു സ്റ്റേജ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും, ആ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒരു കോമ്പറ്റീഷൻ എന്ന നിലയിൽ കുറച്ചുകൂടെ നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന കോമഡി സോങ്ങിൽ എല്ലാവരും പൊതുവെ അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ് അല്ല എടുത്തു വന്നത്, എന്നാലും കുറച്ചുകൂടെ ആവായിരുന്നു കേട്ടോ മോഹസിൻ. പിന്നെ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ടീം ഇപ്രാവശ്യം
കുറേ യേശാന് കിട്ടി മതിയായി. യേശാൻ ഇപ്പൊ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. നന്നായി സപ്പോർട്ട് ചെയ്തു കോറസ് ആൻഡ് നിങ്ങളെല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ലത. നജിംക ഈ പറഞ്ഞ പോലെ കോറസ് ആയിപ്പോയി കംപ്ലീറ്റ്. പക്ഷെ അവർ നല്ല സപ്പോർട്ട് ചെയ്തു കേട്ടോ. നല്ല അതാണ് ഒരു ഈ പാട്ടിന്റെ ഒരു പഞ്ച് എന്ന് പറയാൻ. അവർക്കൊരു കൈയടി. പിന്നെ മൂസിൻ കുഴപ്പമില്ലാണ്ട് പാടി. ഇങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടല്ല, ഒരു ചെറിയ അല്ലേ, വളരെ സിമ്പിൾ സോങ് ആണ്. ഇനി വരുമ്പോൾ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു നജിംക. ഇനി മോഹസിന്റെ മാർക്സിലേക്ക്. ഫിറോസിക്ക 140, 37. സജ്ലത 27. നജിംക 27.5 കേട്ടു കോറസിന്. മോഹസിന്റെ ടോട്ടൽ മാർക്സ് 91.5 out of 100. മോഹസിൻ, എലിമിനേഷനൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. നമുക്ക് അടിപൊളിയായിട്ടൊക്കെ പെർഫോം ചെയ്യണം ഇനി വരുന്ന റൗണ്ട്സിലൊക്കെ. ഓക്കെ, ഇനിയും വരുന്ന റൗണ്ട്സിലൊക്കെ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ മോഹസിന് ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫോർ വിഷ് ബെറ്റ്സ്.